മുൻഗണനാ പട്ടിക മറികടന്ന് വൻകിടക്കാർക്ക് കരാർ അനുവദിക്കുന്നതായി ജലജീവൻ മിഷനിലെ കരാറുകാരുടെ പരാതി. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കരാറുകാരുടെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഉത്തരവ് കത്തിച്ച് കോഴിക്കോട് ജല അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കരാറുകാർ പ്രതിഷേധിച്ചു. വൻതുക കുടിശ്ശിക ലഭിക്കാനുണ്ട്, അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല സീനിയോറിറ്റി ലിസ്റ്റ് മറികടന്ന് വൻകിട കമ്പനികൾക്ക് പണം അനുവദിക്കുന്നു എന്നുമാണ് ഒരു വിഭാഗം കരാറുകാരുടെ പരാതി. ജൽജീവൻ മിഷന്റെ പണികൾ നടത്തിയ കരാറുകാർക്ക് 4500 കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ട്. 2 വർഷത്തോളമായി പണം ലഭിക്കാത്തതിനാൽ വിവിധ പ്രവൃത്തികൾ പാതി വഴിയിലാണ്. ഇതിനിടെയാണ് മുൻഗണനാ പട്ടിക മറികടന്ന് വൻകിട കരാറുകാർക്ക് പണവും കരാറും നൽകാൻ തീരുമാനിച്ചതായി ആരോപിച്ച് ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പ്രതിഷേധവുമായെത്തിയത്. ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നാണ് ഈ നീക്കമെന്നും ഇവർ ആരോപിക്കുന്നു. കേന്ദ്രം അനുവദിച്ച പ്രത്യേക സാമ്പത്തിക സഹായമായ 288.75 കോടി രൂപ മുൻഗണനാ പട്ടിക മറികടന്നാണ് 6 വൻകിട കരാറുകാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം. പുതിയ കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവ് കത്തിച്ച് കരാറുകാർ പ്രതിഷേധിച്ചു. 4500 കോടി കുടിശ്ശിക കൊടുത്തു തീർക്കാനിരിക്കെയാണ് ഈ കരാറുകാരുടെ ബില്ലുകൾ സീനിയോറിറ്റി മറികടന്ന് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അത് സർക്കാരിൻ്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഭാഗമാണ്. എന്നാൽ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 6ഓളം വരുന്ന വൻകിട കോൺട്രാക്ടർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് 288 കോടി കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. കേരളത്തിലെ ജലജീവൻ മിഷൻ്റെ പണിയെടുത്തിട്ടുള്ള ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന കരാറുകാരും തന്നെ ഇന്ന് കടക്കണിയിലാണ്. ഒരു ഇഞ്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. 67 പദ്ധതികൾക്കായി കേരളം കേന്ദ്രത്തോട് 1338.63 കോടി രൂപയുടെ പ്രത്യേക സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോഴാണ് നേരത്തെ അനുവദിച്ച പ്രത്യേക സഹായമായ 288.75 കോടി രൂപ ജൽജീവൻ മിഷന്റെ 6 പ്രധാന പദ്ധതികൾക്കായി ഉപയോഗിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചത്. താൽപ്പര്യമുള്ള വൻകിട കരാറുകാരെ തിരഞ്ഞെടുത്താണ് ബന്ധപ്പെട്ട അധികാരികൾ പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. വാട്ടർ അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി നാഗരത്നൻ, വാട്ടർ അതോറിറ്റി വിഭാഗം സെക്രട്ടറി ജിതിൻ ഗോപിനാഥ്, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതൊരു സൂചനാ സമരമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കരാറുകാരുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ജലജീവൻ മിഷന്റെ പണികൾ നടത്തിയ കരാറുകാരാണ് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അവർക്ക് നൽകാനുള്ള കുടിശ്ശിക അത് കോടികളാണ്. അതിനിടയിലാണ് മുൻഗണനാ പട്ടിക മറികടന്നുകൊണ്ട് വൻകിട കരാറുകാർക്ക് തുക അനുവദിക്കാനുള്ള നീക്കവുമുണ്ടായത്. അതാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് ഈ വഴിവിട്ട നീക്കം എന്നാണ് അവരുടെ ആരോപണം. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. 4500 കോടിയോളം കരാറുകാർക്ക് കൊടുക്കാനുള്ള സമയത്താണ് വാട്ടർ അതോറിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഓർഡർ ഇറങ്ങിയത്. 6 വർക്കിന് മാത്രം ഫണ്ട് കൊടുക്കാമെന്ന് മാറ്റിയിട്ട് 258 കോടിയാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അത് 6 വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ വൻകിട കരാറുകാരാണ് കൂടുതലുള്ളത്. അതിൻ്റെ മുമ്പുള്ള ആളുകൾക്കൊന്നും ഈ ഫണ്ടിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ റോഡ് നന്നാക്കാനും ഇതിനൊന്നും ഞങ്ങളുടെ അടുത്ത് കാശില്ലാതെ അയക്കുന്നു. മിക്കവാറും ഞങ്ങൾ വർക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോവുക. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടണം എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ട്. ഇപ്പോൾ വന്ന ഓർഡർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്. കേന്ദ്ര ഗവൺമെൻറ് സഹായം എന്ന നിലയിൽ വന്നിട്ടുള്ള തുകയാണ്. ഇത് വാസ്തവത്തിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കരാറുകാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിന് പ്രകാരം പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഓർഡർ തലപ്പത്തു നിന്നാണ് വന്നിരിക്കുന്നത്.